ഇന്ന് നമുക്ക് ഡയാലിസിസിൻ്റെ പ്രിൻസിപ്പിൾസിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ശരീരത്തിൽ പല സുപ്രധാന അവയവങ്ങളുണ്ട്. അതിൽ വൃക്കകൾ അതിലൊന്നാണ്. ഈ സുപ്രധാന അവയവങ്ങൾക്ക് തകരാർ വന്നു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ സാധിക്കത്തില്ല. ഉദാഹരണത്തിന് തലച്ചോറിന് നമുക്ക് പൂർണ്ണ തകരാർ വന്നു കഴിഞ്ഞാൽ, ലങ്സിന് പൂർണ്ണ തകരാർ വന്നു കഴിഞ്ഞാലോ പിന്നെ വെൻറ്റിലേറ്ററിൻ്റെ ആവശ്യം വേണ്ടി വരും ജീവൻ നിലനിർത്താൻ. വൃക്കകൾക്ക് പക്ഷേ ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് എന്ന് പറഞ്ഞ് ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഡയാലിസിസ് നമ്മൾ ആശുപത്രികളോ വീട്ടുകളിൽ കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെയും നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പം ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരാളിനെ കാണുക, പൂർണ്ണ നോർമൽ ലുക്കിംഗ് ആയിരിക്കും, പക്ഷേ അയാളുടെ വൃക്കകൾ പൂർണ്ണ ഡാമേജ് ആയിട്ട് അയാൾ ഡയാലിസിസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കത്തില്ല ഇയാളുടെ ഡയാലിസിസ് കൊണ്ടാണ് ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ഡയാലിസിസ് വളരെ പ്രധാന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അത് വൃക്കകൾക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഈ ഡയാലിസിസ് ചെയ്യുന്നത്? എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ്? വൃക്കകൾക്ക് പല പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം മൂത്രത്തിൽ കൂടാണ് അത് കളയുന്നത്. അത് വൃക്കകളാണ് അത് ചെയ്യുന്നത്. അതേസമയം നമ്മൾ കഴിക്കുന്ന ആഹാരവും പിന്നെ നമ്മൾ ദേഹത്തിലുണ്ടാകുന്ന പല മിനറൽസും പിന്നെ ടോക്സിക് മെറ്റീരിയൽസ്, യൂറിയ, ക്രിയാറ്റിനിൻ, സോഡിയം, പൊട്ടാഷ്യം, ഇതെല്ലാം കളയുന്നത് വൃക്കകൾ വഴിയാണ് മൂത്രത്തിൽ കൂടി പോകുന്നത്. കൂടാതെ വൃക്കകൾക്ക് പല ഹോർമോണൽ ഫങ്ഷൻസും ഉണ്ട്. വൃക്ക ഡാമേജ് വന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ അംശം കുറയും. അത് എറിത്രോപോയിറ്റിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് വരുന്നത്. അതുപോലെ കാൽഷ്യത്തിൻ്റെ പ്രോബ്ലംസ്, ഫോസ്ഫറസിൻ്റെ പ്രോബ്ലംസ്, ഇതെല്ലാം വൃക്ക ഡാമേജ് കൊണ്ട് വരാം. നമ്മുടെ ഈ ഡയാലിസിസ് വൃക്കകളുടെ ചില പ്രധാന ഫങ്ഷൻസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ശരീരത്തിൽ എക്സസ് വെള്ളം ഡയാലിസിസ് വഴി നമുക്ക് എടുക്കാൻ സാധിക്കും. അതേപോലെ ശരീരത്തിലുണ്ടാവുന്ന മാലിന്യങ്ങൾ, ബ്ലഡ് യൂറിയ, ക്രിയാറ്റിനിൻ, അമിതമായ പൊട്ടാഷ്യം, സോഡിയം, ഇതെല്ലാം ഡയാലിസിസ് വഴി നമുക്ക് എടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഇത് ഡിഫ്യൂഷനും കൺവെക്ഷനും അബ്സോർപ്ഷൻ വഴിയാണ് അത് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച് കാണും, ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ ഒരു ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ ഒരു ലോവർ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനിലോട്ട് പോകും. അപ്പോൾ ഡയാലിസിസിലും ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഡയാലിസിസ്. ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. ഇതൊരു 10,000 കാപ്പിലറി ട്യൂബ്സ് ആയിരിക്കും. ഇതിൻ്റെ മെറ്റീരിയൽ ഹൈലി സെമി പെർമിയബിൾ സബ്സ്റ്റൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ശരീരത്തിൻ്റെ രക്തം നമ്മളിതിൽ കടത്തി വിട്ടിട്ട് പിന്നെ വെളിയിലോട്ട് പിന്നെ നമുക്ക് ശരീരത്തിൽ തിരിച്ചു കൊടുക്കാം. അത് നമ്മൾ ഈ ഫിസ്റ്റുല വഴിയാണ് സാധാരണ അത് ഉപയോഗിക്കുന്നത്. ഫിസ്റ്റുല നമ്മൾ കയ്യിൽ ആർട്ടറിയും വെയിനും നമ്മൾ ചേർത്തിട്ട് ബ്ലഡ് ഫ്ലോ കൂടുതൽ കിട്ടത്തക്കോണമുള്ള ചെറിയ സൂചി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രക്തം കൂടുതൽ ഫ്ലോ കിട്ടിയിട്ട് നമുക്ക് മെഷീൻ വഴി കടത്തിയിട്ട് ഈ പമ്പ് വഴി ഇതിലൂടെ കടത്തി വിടും. പിന്നെ ബ്ലഡ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡയാലിസേറ്റ് മറ്റേ സ്ഥലത്ത് കൂടെ വിടും. അപ്പോൾ ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലുള്ള രക്തത്തിൽ കൂടുതൽ യൂറിയ കണ്ടൻറ്റ് ഈ ഡയാലിസിലോട്ട് പോയിട്ട് നമുക്ക് കളയാൻ സാധിക്കും. അതേപോലെ ക്രിയാറ്റിനും കൂടുതൽ കളയാൻ സാധിക്കും. എക്സസ് സോഡിയം, എക്സസ് വെള്ളം എല്ലാം നമുക്ക് ഇതിൽ കൂടെ മാറ്റാൻ സാധിക്കും. അതേസമയത്ത് ശരീരത്തിൽ കുറച്ചുള്ള സബ്സ്റ്റൻസസ്, എക്സാമ്പിൾ ബൈകാർബണേറ്റ്, ചിലപ്പോൾ ശരീരത്തിൽ വൃക്ക ഡാമേജ് വരുമ്പോൾ ബൈകാർബണേറ്റ് ലെവൽ കുറഞ്ഞിരിക്കും. അപ്പോൾ അത് ഈ ഡയാലിസേറ്റ് നമുക്ക് ബൈകാർബണേറ്റ് കൊടുത്തിട്ട് അത് ഈ രക്ത കമ്പാർട്ട്മെൻറ്റിലോട്ട് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വൃക്കകളുടെ കുറേ ഫങ്ഷൻസ് നമുക്ക് ഈ ഡയാലിസിസ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഈ ഡയാലിസിസ് നമ്മൾ സാധാരണ ഈ രക്ത ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണൽ ഡയാലിസിസ് ഉണ്ട്. രക്ത ഡയാലിസിസാണ് നമ്മൾ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഹീമോ ഡയാലിസിസ് സാധാരണ രീതിക്ക് നമ്മൾ ആശുപത്രിയിൽ പോയി ചെയ്യുന്നത്. ഓരോ ഡയാലിസിസ് നമുക്ക് 4 മണിക്കൂർ അപ്രോക്സിമേറ്റ് എടുക്കും. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് വീട്ടിൽ പോകാം. പക്ഷേ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആശുപത്രിയിൽ വരേണ്ടി വരും. അപ്പം ഇതൊരു ഇൻ്റർമീഡിയറ്റ്, ആഴ്ചയിൽ 2-3 പ്രാവശ്യം 4-5 മണിക്കൂർ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്കറിയാം നമ്മുടെ വൃക്കകൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനാണ്. നമ്മൾ പക്ഷേ ഡയാലിസിസ്, ഒരു ഇൻറ്റൻസീവ് ഡയാലിസിസ് ഒരു 4 മണിക്കൂർ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഡയാലിസിസിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു നോർമൽ ജീവിതം പോലെ നമുക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും.
പിന്നെ നമ്മൾ വേറെ ഈ ഡയാലിസിസിൽ ചെയ്യുന്നത് ഒന്ന് നമുക്ക് പല പല സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഡയാലിസിസ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് ഒരു 100 വർഷമേ ആയിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ശരീരത്തിന് ഒന്നിൽ നമ്മൾ ബ്ലഡ് എടുക്കുമ്പോഴത്തേക്ക് സാധാരണയ്ക്ക് രക്തം കട്ട പിടിക്കും. അപ്പം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹെപ്പാരിൻ കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് ബ്ലഡ് ഫ്ലോ കൂടുതൽ കിട്ടത്തക്ക വേണ്ടി നമുക്കൊരു ബ്ലഡ് പമ്പ് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ കൂടുതൽ ബ്ലഡ് ഫ്ലോ കിട്ടാൻ വേണ്ടി ഒന്നിൽ കഴുത്തിൽ വലിയ രക്തക്കൊള്ള അല്ലെങ്കിൽ കയ്യിലൊരു ഫിസ്റ്റുല ചെയ്തിട്ട് ഇതേപോലെ നീഡിലെടുത്തിട്ട് നമുക്ക് കൂടുതൽ രക്തഫ്ലോ കിട്ടാൻ വേണ്ടി നമുക്ക് പമ്പ് ഉപയോഗിച്ച് നമ്മളാണ് ഇത് കടത്തി വിടുന്നത്. പിന്നെ ഡയാലിസിസ് വെള്ളത്തിനും അതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണ നമുക്കറിയാം ഈ കോർപ്പറേഷൻ വെള്ളമോ നമ്മളെ കിണറ്റിലെ വെള്ളത്തിനകത്ത് ഒത്തിരി ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. കണ്ടൻസ് സോഡിയം കണ്ടൻറ്റ് കൂടുതലായിരിക്കും, കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ചിലപ്പം നമ്മൾ വാട്ടർ സപ്ലൈയിൽ നമ്മൾ ക്ലോറിൻ ഉപയോഗിക്കും, അലുമിനിയം ഉപയോഗിക്കും. ഇതെല്ലാം ശരീരത്തിന് കേട് വരുത്തുന്ന സബ്സ്റ്റൻസാണ്. അലുമിനിയം ലെവൽ കൂടിക്കഴിഞ്ഞാൽ രക്തം കുറയും. പിന്നെ അതുപോലെ ഇത് ബോൺസിന് പ്രശ്നം വരാം, എല്ലുകൾക്ക് പ്രശ്നം വരാം. ക്ലോറിൻ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് തന്നെ ബ്ലഡിൽ ഹീമോളിസിസ് വരും. അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് നമ്മുടെ ഡയാലിസിസ് വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധാരണ ഒരു റിവേഴ്സ് ഓസ്മോസിസ് മെഷീൻ്റെ ആവശ്യം വരും. പക്ഷേ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മളിതെല്ലാം മാലിന്യങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഒരു പൂർണ്ണ നോർമലായിട്ടിരിക്കുന്ന ആളിന് മാറി തോന്നും. അപ്പോൾ ഈ ഡയാലിസിസ് ഒരു കഴിഞ്ഞ 100 വർഷം വന്നെങ്കിലും അതൊരു വലിയ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡയാലിസിസ് നമുക്ക് വീട്ടിലും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വെള്ളം തന്നെ നമുക്കൊരു കംപ്രസ്ഡായിട്ട് നമുക്ക് പോർട്ടബിൾ RO മെഷീൻ വെച്ച് തന്നെ വീട്ടിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ രക്ത ഡയാലിസിസ് അല്ല, വീട്ടിൽ വയറിൻ്റെ ഡയാലിസിസ്, പെട്രോണിയൽ ഡയാലിസിസ് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സുപ്രധാന അവയവങ്ങളിൽ വൃക്കയ്ക്ക് ഡാമേജ് വന്നാൽ ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് പോലെയുള്ള മാർഗ്ഗങ്ങൾ ഉണ്ട്.